ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ കിഡ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ആക്ഷൻ സോങ്സ്, പപ്പറ്റ് ഷോ, മാജിക് ഷോ ഒക്കെ നാം കാണുവാനിടയായി. ഇന്നത്തെ കിഡ്സ് പ്രോഗ്രാമിൽ നിങ്ങൾക്കായി സ്റ്റോറി ടൈമാണ്. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബൈബിൾ സ്റ്റോറിയാണ് അങ്കിൾ പറയാൻ പോകുന്നത്. എത്ര കൂട്ടുകാരെ സന്തോഷമായിരിക്കുന്നു? ആർ യു റെഡി ടു ഹിയർ സ്റ്റോറി? Okay, if you are ready, okay, we will start this program with a small prayer. എല്ലാവരും കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നല്ല ദൈവമേ, കിഡ്സ് പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സ്റ്റോറിയിലൂടെ അവരോട് നീ സംസാരിക്കണമേ. അങ്ങയുടെ കർത്താവെ, അഴിമതി സത്യങ്ങൾ ഈ സ്റ്റോറിയിലൂടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുവാൻ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് ഇടയാക്കണം. അങ്ങയുടെ നാമത്വപ്പെടണം, നിൻ്റെ രാജ്യം വരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നമ്മൾ ബൈബിൾ സ്റ്റോറി കാണാൻ പോകുകയാണ്. നല്ല മനോഹരമായ സ്റ്റോറി, ബൈബിൾ സ്റ്റോറി പിക്ചേഴ്സിലൂടെ നാം ഇന്ന് കാണാൻ പോവുകയാണ് കൂട്ടുകാരെ. നമ്മളിന്ന് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ സ്റ്റോറിയാണ്, ജീസസിൻ്റെ സ്റ്റോറിയാണ് നാം കേൾക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ യേശു ആരാണെന്ന്, അല്ലേ? യേശു ദൈവപുത്രനാണ്. കന്യകയായ മറിയത്തിലൂടെ യേശുവിൻ്റെ ജന്മമുണ്ട്. യേശുവിൻ്റെ വളർത്തച്ഛൻ്റെ പേര് ജോസഫ്. യേശു എവിടെയാണ് ജനിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ബെത്ലഹേമിൽ. എപ്പോഴാണ്? നമ്മളെല്ലാവരും പറയും, അല്ലേ? കലണ്ടർ യേശുവിൻ്റെ ജന്മം മുതലാണ് ആരംഭിച്ചത്. 2024 വർഷം മുമ്പ് അത് ലോക ചരിത്രത്തെ രണ്ടാക്കിക്കൊണ്ട് AD BC തിരിച്ചുകൊണ്ട് യേശു ബെത്ലഹേമിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നമുക്ക് വേണ്ടി ഭൂജാതനായി. യേശു ആരാണ്? ദൈവപുത്രനാണ്. മാനവരെ രക്ഷിപ്പാൻ മാനവനായി ഭൂമിയിൽ അവതരിച്ച അല്ലെങ്കിൽ ജനിച്ച ദിവസത്തെയാണ് നാം ക്രിസ്മസ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജന്മദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നത്. യേശു ജനിച്ചപ്പോൾ ആകാശത്തിലൊരു പ്രത്യേക നക്ഷത്രം ഉദിക്കുവാനിടയായി. അത് ഫോളോ ചെയ്ത് 3 ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നു. യേശുവിന് സ്വർണവും വെള്ളിയും അതുപോലെ കുന്തിരുക്കുമൊക്കെ സമ്മാനിച്ചതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നു. ഓക്കെ, യേശുവിൻ്റെ ചെറുപ്പത്തിൽ യേശു വളരെ അനുസരണമുള്ള കുട്ടിയായിരുന്നു. മാതാപിതാക്കളെ സഹായിക്കുമായിരുന്നു. യേശുവിൻ്റെ വളർത്തച്ഛൻ ജോസഫ് ഒരു കാർപ്പൻ്ററായിരുന്നു. യേശുവും നല്ല രീതിയിൽ പിതാവിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. മമ്മിയെ അനുസരിക്കും, മമ്മീനെ അടുക്കള പണിയിലൊക്കെ സഹായിക്കുക. യേശു മൂത്ത മോനായിരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപ്പയും മമ്മി അനുസരിക്കാറുണ്ടോ? അവരെ സഹായിക്കാറുണ്ടോ? അവരെ സ്നേഹിക്കാറുണ്ടോ? എന്താണ് അവരോടുള്ള സ്നേഹം? അവരുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശു നല്ല അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു. തൻ്റെ സഹോദരങ്ങളോടോ കൂട്ടുകാരോടൊന്നും വഴക്ക് പിടിക്കത്തില്ല. വളരെ നല്ല കുട്ടിയായി മാതാപിതാക്കളെ സഹായിക്കാൻ നല്ല രീതിയിൽ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, അതുപോലെ യേശു 30 വയസ്സ് വരെ തൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അന്ന് യോഹന്നാൻ സ്നാപകൻ എന്ന ഒരു വ്യക്തി യോർദാൻ നദിക്കരയിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ അനേകർ ഇവിടെ സ്നാനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവും അവിടെ വന്നു. യേശുവും തൻ്റെ നീതി നിവർത്തിക്കുവാൻ വേണ്ടി യോർദാൻ സ്നാപകനിലൂടെ യോർദാൻ നദിയിൽ വെള്ളത്തിലിറങ്ങി സ്നാനമെടുക്കുവാനിടെ യേശു സ്നാനമെടുത്തപ്പോൾ ആകാശം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നു. അപ്പോൾ ആകാശത്തുനിന്നൊരു ധ്വനിയുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം അങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കി എന്നാണ് ബൈബിളിൽ കാണുന്നത്. അപ്പോൾ യേശു ദൈവപുത്രനായി തൻ്റെ വേല ആരംഭിച്ചത് യോർദാൻ നദിയിലെ സ്നാനത്തിന് ശേഷമാണ്. യേശു അതിനുശേഷം 40 ദിവസം ഉപവസിച്ചു മരുഭൂമിയിൽ ചെന്നിട്ട്. അപ്പോൾ യേശു വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തു, വലിയ അടയാളങ്ങൾ ചെയ്തു, മരിച്ചവരെ ഉറപ്പിച്ചു. അതിനൊക്കെ എന്ത് വേണം? ശക്തി വേണം. അപ്പോൾ പ്രയർ ഈസ് എ പവർ എന്നാണ് പറയുന്നത്. പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ എന്നാണ് കൂട്ടുകാരെ പറയുന്നത്. അപ്പോൾ നമ്മളും കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ള മാതൃക യേശു കാണിച്ചു തന്നു. യേശു 40 ദിവസം ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും പ്രാർത്ഥിച്ചതിന് ശേഷം യേശുവിന് വളരെ വിശന്നു. ആ സമയത്ത് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാനായി വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ആ കാണുന്ന കല്ലിനെ എടുത്ത് അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് യേശു അനുസരിക്കണമായിരുന്നോ? ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ വേണ്ടി യേശു ആ കല്ലെടുത്ത് അപ്പമാക്കി കഴിക്കണമായിരുന്നോ? ഇല്ല, അല്ലേ? കാരണം ഇത് സാത്താനാണ് പരീക്ഷിക്കുന്നത്. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത സാത്താൻ യേശുവിനെ ഒരു വലിയ ഒരു കുന്നുംപുറത്ത് കൊണ്ടുപോയിട്ട് പട്ടണങ്ങളും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു.
നീ എന്നെ വീണ് വണങ്ങിയാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. അതിനുശേഷം ഒരു മന്ദിരത്തിൻ്റെ ഗോപുരത്തിൽ ചെന്നിട്ട് സാത്താൻ യേശുവിനോട് പറഞ്ഞു, ഇവിടുന്ന് താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കയ്യിൽ താങ്ങുമെന്ന് വചനമുണ്ടല്ലോ എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഫോ സാത്താൻ എന്ന് പറഞ്ഞ് സാത്താനെ വിരട്ടി ഓടിച്ചു. കൂട്ടുകാരെ, യേശുവിനെ പരീക്ഷിച്ച പോലെ സാത്താനും നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷകൾ കൊണ്ടുവരാം, ടെംപ്റ്റേഷൻ കൊണ്ടുവരാം, മോഹന വാഗ്ദാനങ്ങൾ പറയാം. എന്നാൽ സാത്താൻ്റെ വാക്ക് നാം അനുസരിക്കരുത്. യേശു സാത്താനെ വചനം കൊണ്ട് തോൽപ്പിച്ചു. യേശു സാത്താനെ ശാസിച്ചു. അതുപോലെ നമ്മളും സാത്താനെ ശാസിക്കണം. അപ്പോൾ അവൻ നമ്മളെ വിട്ട് പോകും. സാത്താനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ടുപോകുന്ന പറയുന്നത്. അതിനുശേഷം യേശു ചെയ്ത ഏറ്റവും ആദ്യത്തെ അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഖനാവിലെ കല്യാണത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ അമ്മ മറിയത്തേക്കെയും ആ വീട്ടുകാർ ക്ഷണിച്ചിരുന്നു. അവിടുത്തെ യഹൂദന്മാരുടെ പതിവനുസരിച്ച് വരുന്ന വിരുന്നുകാർക്ക് വീഞ്ഞ് വിളമ്പി കൊടുക്കും. എന്നാൽ നമുക്കറിയാം, വീഞ്ഞ് എന്തിന്നുണ്ടാക്കുന്നത്? മുന്തിരിച്ചാറിന്ന്. വർഷങ്ങളുടെ ശ്രമത്തിലൂടെയാണ് വീഞ്ഞുണ്ടാക്കുന്നത്. എന്നാൽ അവിടെ പ്രതീക്ഷിച്ചതിലധികം വിരുന്നുകാർ വന്നുകൊണ്ട് അവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി. അപ്പോൾ വിളമ്പുന്നവർ ഈ വിവരം മറിയത്തോട് അറിയിച്ചു. മറിയം യേശുവിനോടൊന്ന് പറഞ്ഞു, മോനെ, ഇവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി, ഇവരെ സഹായിക്കണം. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് യേശു അവിടുത്തെ ജോലിക്കാരെ, ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, കാലിയായിട്ടിരുന്ന ചില പാത്രങ്ങളുണ്ടായിരുന്നു, അതിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളം നിറച്ച ശേഷം യേശു അതിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എടുത്ത് വിളമ്പാൻ പറഞ്ഞു. വിളമ്പിയപ്പോൾ അതെ, വളരെ രുചികരമായ, വെറും ഒരു കളറോ രുചിയോ മണമോ ഇല്ലായിരുന്ന പച്ചവെള്ളം വളരെ രുചിയുള്ള സ്വാദിഷ്ടമായ വീഞ്ഞായി തീർന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് കുടിച്ചവരൊക്കെ പറഞ്ഞു, ഇത്രയും നല്ല വീഞ്ഞ് നിങ്ങൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു? ആ കൂട്ടുകാരെ, നമ്മുടെ ദൈവം ഗോഡ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് ഫ്രം നത്തിങ്സ് എന്ന് പറയുന്നത്. ശൂന്യത്തിൽ നിന്ന് സകലം ഉളവാക്കാൻ കഴിയുന്ന ദൈവമാണ്. വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന ദൈവമാണ്. അതെ, അവിടെ എല്ലാം കുടിച്ചിട്ട് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ യേശുവിനും ആ ഭൃത്യന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതെങ്ങനെയാണ് ഉണ്ടായെന്ന്. അതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ യേശു മാറ്റുവാൻ കഴിയും. നിനക്ക് നല്ല ബുദ്ധിയില്ലേ? നല്ല ആരോഗ്യമില്ലേ? ശരീരത്തിൽ രോഗമാണോ? എന്ത് കഷ്ടതയും പ്രയാസമാണെങ്കിലും യേശുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക. മറിയം യേശുവിനോട് പറഞ്ഞപ്പോൾ അതെ, യേശു ആ അപേക്ഷ സ്വീകരിച്ച് ആ വീട്ടിൽ അത്ഭുതം ചെയ്തതുപോലെ നമ്മൾ യേശുവിനോട് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം നിൻ്റെ ജീവിതത്തെ ധന്യമാക്കും, നിൻ്റെ പഠനത്തെ ധന്യമാക്കും, നിൻ്റെ ഭാവിയെ ധന്യമാക്കും. കുഞ്ഞുങ്ങൾ, ഇന്ന് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ടു, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കേട്ടു, പിന്നെ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് കേട്ടു, അപ്പോൾ യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് കേട്ടു. അപ്പോൾ നമ്മളും ആത്മീയമായി വളരണം, യേശുവിനെ കൂടുതലായി അറിയാം. ആ ദൈവപുത്രൻ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാനായിട്ട് അവസരം കൊടുക്കണം. അതാ യേശുവിനെ കൈക്കൊണ്ടാൽ നമ്മൾ ആരെ തീരുന്നറിയോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. ഇന്ന് നിങ്ങൾക്കും ദൈവഭയത്തിലായി തീരാം. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ശൂന്യതകളെ അവൻ മാറ്റും. യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താനെ നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയും. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആത്മീയ ശക്തി നൽകും. അതെ, നമുക്കും സാധാരണക്കാരെ നമ്മൾ ദൈവം അസാധാരണമായി പ്രവർത്തിക്കാൻ ഉപയോഗിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ളതായ കർത്താവ് കഥകൾ കേൾക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിച്ചല്ലോ. ഓരോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ജനിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. അവരുടെ പഠനത്തെ ഭാവിയെ ധന്യമാക്കണമേ. ജീവിതത്തിലെ എല്ലാ ശൂന്യതകളും മാറിപ്പോട്ടെ, എല്ലാ രോഗങ്ങളും മാറിപ്പോട്ടെ. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്നും വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങൾ കണ്ടു. ആ യേശു ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലെ ആമേൻ കർത്താവേ, നിരാശകളെ മാറ്റണമേ, അല്ലെങ്കിൽ രോഗങ്ങളെ മാറ്റണമേ, എല്ലാ ബലഹീനതകളെ മാറ്റണമേ, കുറവുകളെ നിറവാക്കി തീർക്കണമേ. ഓരോ കുഞ്ഞുങ്ങളെയും ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീക്ക്. ഗോഡ് ബ്ലസ് യു.